ബാബു, ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകും എന്നത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല സമിതി യോഗത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നദീജല കരാർ റദ്ദാക്കുന്നു, അതിർത്തി അടയ്ക്കുന്നു, പാക് പൗരന്മാർ 48 മണിക്കൂറിനകം ഇന്ത്യ വിടാനുള്ള നിർദ്ദേശം നൽകുന്നു. എല്ലാവിധത്തിലും നയതന്ത്ര തലത്തിൽ നൽകാൻ കഴിയുന്ന മറുപടിയാണോ ഇന്ത്യ നൽകുന്നത്? ഇതിൽ ഒതുങ്ങുമോ ഇന്ത്യയുടെ മറുപടി? അല്ല, ഇത് സത്യത്തില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും ഈ നദീജല കരാറുകൾ റദ്ദാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ഡാമുകൾ മുഴുവനും അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് ആ ജലം കൊണ്ടുപോകാൻ ഇവിടെ മാർഗമുണ്ടായിരുന്നില്ല. ആ ജലം എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ പുതിയ കനാലുകൾ നിർമ്മിക്കുകയും ആ ജലം കൊണ്ടുപോകാനുള്ള ധാരാളം മാർഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം ഈ പാകിസ്ഥാനിലെ ഏതാണ്ട് എല്ലാ നദികളും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിൽ കൂടെ ഒഴുകുന്നതാണ്. സിന്ധു നദിയിലെ ജലമാണ് പാകിസ്ഥാൻ എക്കണോമിയുടെയും പാകിസ്ഥാനിലെ കാർഷിക വ്യവസ്ഥയുടെയും നട്ടെല്ല് എന്ന് പറയുന്നത്. ആ സിന്ധു നദിയിലേക്കുള്ള ജലത്തിന്റെ 80% പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. അവിടേക്ക് ഇന്ത്യ ഇവിടുന്ന് ജലം വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പാകിസ്ഥാൻ പൂർണ്ണമായി തന്നെ തകർന്നു പോകും. അതിഭീകരമായ ജലക്ഷാമമാണ് അവിടെ ഉണ്ടാവുക. അവരുടെ കൃഷി നശിക്കും. അങ്ങനെ വളരെ വലിയ വളരെ വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ആ ഒരു കോൺസിക്വൻസസ് ആണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ നേരിടാൻ പോകുന്നത്. വളരെ ഭീകരമായിരിക്കും അവസ്ഥ. അതായത് സത്യത്തിൽ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ, ഒരു തുള്ളി രക്തമൊഴുക്കാതെ പാകിസ്ഥാനെ തകർത്ത് കളയാൻ തക്ക പ്രഹരശേഷിയുള്ള ഒരു തീരുമാനമാണിത്. അത്ര വലുതാണ്. മറ്റൊന്ന് നമ്മളിപ്പോൾ ധാരാളം ന്യൂസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ധാരാളം പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലോകത്തിലെ ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം, ഇന്ത്യ. അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ ഹൃദയ ശസ്ത്രക്രിയ അടക്കം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പാകിസ്ഥാനികളുണ്ട്, ആയിരക്കണക്കിന് പേരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ബാംഗ്ലൂര് നാരായണ ഹൃദയാലയിലൊക്കെ. പാകിസ്ഥാനിലുള്ള പൗരന്മാർക്കുള്ള യാത്രാവിലക്കും കൂടെ ഏർപ്പെടുത്തിയപ്പോൾ ഇതും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്ന വിഷയമാണ്. ഇത് ഈ രണ്ടെണ്ണം ആത്യന്തികമായി ആ ജനങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയും പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും വളരെ വലിയ രോഷമുണ്ടാക്കും. അവർ അവിടെ തെരുവിലിറങ്ങുകയും പാകിസ്ഥാൻ വളരെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. ഒടുവില് ഈ പാകിസ്ഥാൻ സൈന്യത്തിന് സ്വന്തം ജനങ്ങളുടെ നേരെ യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ 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 പ്രശ്നമുള്ളൊരു കാര്യമാണ്. വളരെ പ്രത്യേകിച്ച് വേൾഡ് ബാങ്ക് ഒക്കെ ഇടപെട്ട് വേൾഡ് ബാങ്കിന്റെ ഒക്കെ മധ്യസ്ഥതയിൽ എടുത്ത അന്താരാഷ്ട്ര കരാറാണിത്. ഈ നദീജല കരാർ എന്ന് പറയുന്നത് ചെറിയ കളിയൊന്നും അല്ല. അത് ആ സംഭവം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ധൈര്യമൊന്നും പോരാ. ഒരു പ്രധാനമന്ത്രിക്കും ഒരു സർക്കാരിനും അതിന് സാധിച്ചിട്ടില്ല. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. ചെറിയ കളിയല്ല ഇത്. തീർച്ചയായും വലിയ ഇമ്പാക്റ്റ് ഉള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ബാലാക്കോട്ട് പോലെ അതിർത്തി കടന്നുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകുമോ എന്നതായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? പ്രഖ്യാപനം എന്നല്ല, അങ്ങനെയുള്ള ഒരു മറുപടി തിരിച്ചടി പാകിസ്ഥാന് നൽകുമോ എന്നതാണ് എല്ലാവരും കാത്തിരുന്നത്. ഇതിപ്പോൾ അതിലും ശക്തമാണ് ഇപ്പോഴെടുത്ത നടപടികൾ എന്നാണോ താങ്കൾ കരുതുന്നത്? അതിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നു? സൈനിക നടപടികൾ ഇനി വേണ്ട, ഇത് തന്നെ പാകിസ്ഥാനുള്ള കൃത്യമായ മറുപടിയാണ് എന്നൊരു അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? ഇല്ല, അങ്ങനെയല്ല. എന്തായാലും തീർച്ചയായിട്ടും ഇതിന് അത്രമാത്രം ഇന്ത്യയിലുടനീളം ലോകം മുഴുവനും തന്നെ വൈകാരികമായി വലിയ അലകൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. തീർച്ചയായും ഇതിനൊരു മിലിറ്ററി റെസ്പോൺസും ഉണ്ടാകും. അത് ഏത് രീതിയിലായിരിക്കും? അത് ബാലക്കോട്ട് പോലെ ആയിരിക്കുമോ? ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. അതെങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായ അവരുടെ ആ നട്ടെല്ല് തകർത്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് നമ്മുടെ നാശനഷ്ടങ്ങൾ ഏറ്റവും കുറയ്ക്കുന്ന രീതിയിലായിരിക്കും ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഒരു കാര്യമുണ്ട്, പാകിസ്ഥാന്റെ ഒരേ ഒരു തുറമുഖമാണ് കറാച്ചി തുറമുഖം.
ആ കറാച്ചി തുറമുഖം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പാകിസ്ഥാനിലേക്കുള്ള എണ്ണയുടെ വരവ് നിൽക്കും. എണ്ണയുടെ വരവ് പാകിസ്ഥാന് വലിയ ഈ ഓയിലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കുറവാണ്. അവർക്ക് റിഫൈനറികൾ കുറവാണ്, ഓയിൽ സംഭരിച്ചു വെക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്. അറ്റ് എ ടൈം ഒരു 4-5 ദിവസത്തേക്കുള്ള ഓയിലേ പാകിസ്ഥാന് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഒരാഴ്ച കറാച്ചി തുറമുഖം ബ്ലോക്ക് ചെയ്താൽ ഇന്ത്യൻ നേവിക്ക് അത് വിചാരിച്ചാൽ ഈസി ആയിട്ട് കഴിയുന്ന കാര്യമാണത്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയില്ല, അവിടെ വണ്ടി ഓടില്ല, സൈന്യത്തിന് ആവശ്യമായ ഓയിൽ ലഭിക്കില്ല. ഓയിലും ജലവും ഇത് രണ്ടുമാണ് സത്യത്തിൽ ഇന്ത്യയുടെ മുമ്പിലുള്ള ഇന്ത്യയുടെ പ്രധാന 2 പടയാളികൾ ഇതാണ്. ഒന്ന് എണ്ണയും ഒന്ന് ജലവുമാണ്. ഇത് രണ്ടും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 പാകിസ്ഥാൻ. പിന്നെ ഇന്ത്യൻ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ വളരെ എളുപ്പം കാര്യങ്ങൾ നടക്കാൻ കഴിയും. ആ രീതിയിൽ ഉള്ളതായിരിക്കും. ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ എന്ത് തീരുമാനിച്ചാലും എന്ത് ചെയ്താലും ലോകത്തിന്റെ മുഴുവൻ പിന്തുണയും ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ കാണുന്ന വേറൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മാറ്റി നിർത്തുക. സാധാരണഗതി ഇതുപോലെയൊക്കെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ആദ്യം ഇറങ്ങുന്നത് നരേന്ദ്രമോദിയെ തെറി വിളിച്ചുകൊണ്ടാണ്. ഇപ്പൊ നരേന്ദ്രമോദി രാജിവെക്കണം, അങ്ങനെയാണ്. അതുമല്ല, ഇത് ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ തന്നെയും BJPയുടെയും തന്നെ ഒരു ഡിസൈനാണ്, ജനശ്രദ്ധ തിരിച്ചുവിടാനാണ്. അങ്ങനെയുള്ള ഒരു ആരോപണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ എന്താണ് എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി. രാജ്യം ഒറ്റക്കെട്ടാണ്. അത് അക്കാര്യത്തിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തിനെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ തീർച്ചയായും ഒറ്റപ്പെടുത്തേണ്ടത് ഈ ഭീകര പ്രവർത്തനങ്ങളെയാണ്, തീവ്രവാദ പ്രവർത്തനങ്ങളെയാണ്. സാധാരണ മനുഷ്യന്റെ, നിഷ്കളങ്കരായ മനുഷ്യന്റെ രക്തം ചിന്തിച്ചുകൊണ്ട് എന്തോ നേടാൻ നടക്കുന്ന ഭീകരവാദികളെയാണ് ഒറ്റപ്പെടുത്തേണ്ടത്. ആ സന്ദേശം തന്നെ നമ്മുടെ രാജ്യം നൽകുന്നു. ഷാവു പ്രസാദ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതാണ് നമ്മൾ കാണുന്നത്. കശ്മീരിൽ നിന്ന് പോലും നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് മാത്രമാണ്. എന്തായാലും ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് ഉറപ്പുവരുത്തുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ അത് നദീജല കരാർ റദ്ദാക്കിക്കൊണ്ടും അതിർത്തി അടച്ചുകൊണ്ടും പാക് പൗരന്മാർക്ക് വിസ നിഷേധിച്ചുകൊണ്ടും അവർ ഇന്ത്യയിൽ നിന്ന് ഉടൻ മടങ്ങണം, 48 മണിക്കൂറിനകം മടങ്ങണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുമാണ്. ഇനി പാകിസ്ഥാൻ ഈ കാര്യത്തിൽ എങ്ങനെ തിരിച്ചടിക്കുന്നു, അവരുടെ മറുപടി എന്താണ്, ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന നടപടികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്, അതിലേക്കൊക്കെ നമുക്ക് വിശദമായി ഇനിയും കടക്കാം ഇടവേളയ്ക്ക് ശേഷം.